Hello guys and welcome back to Best Car Picks. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് MGയുടെ വിൻസർ EV. കുറച്ച് കാലമായിട്ട് സെയിൽസ് ഹിസ്റ്ററി എടുത്ത് നോക്കാനാണെങ്കിലും ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് വാഹനം ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ EVകൾ വിൽക്കുന്ന കമ്പനി ഇപ്പോഴും ടാറ്റയാണ്, കാരണം അവർക്ക് പ്രൊഡക്ട്സ് കൂടുതലാണ്. പക്ഷേ MG ഇനിയും ഇതുപോലത്തെ വാഹനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ മിക്കവാറും ടാറ്റ അധികം വൈകാതെ തന്നെ MG ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വിൻസർ EV അവർ ഒരു മാസം ഏകദേശം 3000 to 4000 ഇടയിലാണ് വിൽക്കുന്നത്. പക്ഷേ ടാറ്റയുടെ മാക്സിമം വിറ്റ് പോകുന്ന പഞ്ചീവിയും നെക്സോൺ EVയൊക്കെയാണ്. അത് തന്നെ ഇപ്പോൾ 2000 ഒക്കെ കഷ്ടിച്ചേ വിൽക്കാറുള്ളൂ, കാരണം അവരുടെ സെയിൽ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ വേണമെങ്കിൽ ഈ വാഹനമാണ് എന്ന് പറയാം. എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു വരാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിനെ പറ്റിയാണ്. ഇറങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. 2024 സെപ്റ്റംബറിലാണ് ഈ ഒരു വാഹനം ഇറങ്ങിയത്. ഞാനിത് ആ ഒരു സമയത്ത് തന്നെ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷോർട്സ് പോലത്തെ ഡ്രൈവ് റിവ്യൂ ഒക്കെ ചെയ്തതാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്ന് നോക്കാം. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്തൊരു അപ്ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് വിഷ്വലി പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ആൾക്കാരെല്ലാം ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ റേഞ്ച് കൂടിയ വേർഷൻ എപ്പോൾ വരും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 38 kWh ബാറ്ററി പാക്ക് വരുന്ന വാഹനമാണ് കിട്ടുന്നത്. അതിൻ്റെ തന്നെ ARAI ക്ലെയിംഡ് റേഞ്ച് 330 കിലോമീറ്റേഴ്സാണ്. അവരത് എങ്ങനെ അത്രയും ട്രൂ ടു ലൈഫായിട്ട് ക്ലെയിം ചെയ്തതെന്ന് എനിക്കറിയില്ല. MGയുടെ ബാറ്ററിയുടെ ഒപ്റ്റിമൈസേഷനും വളരെ നല്ലതാണ്. അതായത് ഇതിൻ്റെ അകത്ത് അവർ ക്ലെയിം ചെയ്യുന്ന 330 ആണെങ്കിൽ വണ്ടി ഏകദേശം 300 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റിയൽ ലൈഫിൽ ഓടുന്നുണ്ട്. ചില ആൾക്കാർക്ക് 350 360 വരെയൊക്കെ റിയൽ ലൈഫ് റേഞ്ച് കിട്ടിയവരുണ്ട്. സോ ക്ലെയിം ചെയ്തതിൽ കൂടുതൽ ഓടുന്നവരുണ്ട്, ക്ലെയിമിൻ്റെ അടുത്ത് ഓടുന്നവരുണ്ട്, 300 കിലോമീറ്റേഴ്സിന് അടുത്തൊക്കെ ആയിട്ട് ഓടുന്നവരുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി പാക്ക് അല്ലെങ്കിൽ ആ ഒരു സൈസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ വാഹനം ഈ ബാറ്ററി പാക്കിൽ ഇത്രയും കിലോമീറ്റർ റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് ഓടിച്ച സമയത്ത് ഇതിൻ്റെ പവർ ഡെലിവറി ആണെങ്കിലും നമുക്കറിയാം, ഒരു ഇലക്ട്രിക് വാഹനം മിക്ക വാഹനങ്ങളും ഓടിക്കാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതിനും ആ ഒരു ലോ ആൻഡ് ടോർക്കൊക്കെ അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഫ്രണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ അതും ഉണ്ട്, ആവശ്യത്തിന് പവറുണ്ട്. 136 PS പവറും 200 Nm ടോർക്കുമാണ്. ഓൺ പേപ്പർ ചിലപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. 10 സെക്കൻഡ്സിന് താഴെ 0 to 100 എത്തും. അതുകൊണ്ട് നമ്മൾ നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഒക്കെ എടുക്കാനാണെങ്കിൽ ആവശ്യത്തിലധികം പവർ ഇതിനുണ്ട്. പിന്നെ ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് അപ്ഡേറ്റ് വരേണ്ടത് എന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പോകുന്ന ബാറ്ററി പാക്കിൻ്റെ സൈസിൻ്റെ കാര്യത്തിലായിരിക്കും. ഒരു 50.6 kWh ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് MG പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി 38 kWh ബാറ്ററി പാക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്നും ഏകദേശം 12 kWh സൈസ് കൂടുന്നുണ്ട് ബാറ്ററിക്ക്. അതുകൊണ്ട് തന്നെ ക്ലെയിംഡ് റേഞ്ചും ഏകദേശം 400 കിലോമീറ്റേഴ്സിന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ചൈനീസ് സൈക്കിളിൻ്റെ ക്ലെയിംഡ് റേഞ്ച് വരുന്നത് 450 കിലോമീറ്റേഴ്സാണ്. ഈ ഒരു മോഡൽ അവർ ഇന്തോനേഷ്യയിൽ ബോളിംഗ് ക്ലൗഡ് EV എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട്. ഈ സെയിം 50.6 kWh ബാറ്ററി പാക്ക് വെച്ച്. സോ അതിനും ഏകദേശം ആ റേഞ്ചാണ് അവിടെ കിട്ടുന്നത്. ഇതിൻ്റെ റേഞ്ച് ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം 400 കിലോമീറ്റേഴ്സിന് അടുത്തൊക്കെ ഈ വാഹനത്തിന് ഈ ഒരു ബാറ്ററി പാക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ ലൈഫ് റേഞ്ചും കിട്ടേണ്ടതാണ്. പവറിൽ വ്യത്യാസമൊന്നും പറയുന്നില്ല, സെയിം 136 PS തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വണ്ടി അവർ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള, നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ആ ഒരു വൃത്തിയായിട്ടുള്ള വാഹനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ വളരെ സ്പിരിറ്റഡ് ആയിട്ട് എപ്പോഴും ചവിട്ടിപ്പൊളിച്ച് ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ലത്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും ആവറേജ് ആണ്. സ്റ്റിയറിങ്ങിനൊന്നും അത്ര വലിയ ഫീലൊന്നും ഇല്ല, ഡയറക്റ്റ് സ്റ്റിയറിംഗ് ഒന്നും അല്ല. പിന്നെ ഹാൻഡ്ലിങ് ആവറേജ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പം നമ്മുടെ സസ്പെൻഷൻ റൈഡൊക്കെ നല്ലതായിരിക്കും എന്ന്. പക്ഷേ റൈഡിങ് കുറച്ച് സ്റ്റിഫാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവെ കുറച്ച് സ്റ്റിഫ് റൈഡാണ് ഇപ്പോഴും ഉണ്ടാവാറുള്ളത്. അതായത് ബാറ്ററിയുടെ വെയിറ്റ് ഒക്കെ വരുന്നതുകൊണ്ടാവാം. എന്തായാലും വണ്ടി ഇരിക്കാൻ ഒക്കെ ബേസ് മോഡൽ വളരെ കംഫർട്ടബിൾ ആണ്. ഫാബ്രിക് സീറ്റ്സ് വരുന്നതിൽ ഈ നമ്മുടെ ഡോട്ടഡ് പാറ്റേൺ ഉള്ള ആ ഒരു സീറ്റ്സ്, ടോപ്പ് എൻഡിൽ വരുന്ന സീറ്റ്സ് കാണുമ്പോൾ നല്ല രസമുള്ള സീറ്റ്സ് ആണ്. സോഫ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ആ കുഴി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്തോ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും, അല്ലാതെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമായിരിക്കും. എന്തായാലും വണ്ടിക്കകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ബാക്കിലൊക്കെ നമുക്കിങ്ങനെ വിസ്തരിച്ചിരിക്കാം, അത്രയും സ്പേസ് ആണ്. ഇനി അത് മാത്രമല്ല, കുറച്ചും കൂടെ വിസ്തരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ സീറ്റും 135 ഡിഗ്രി വരെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. അത് നല്ല റിക്ലൈൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. നമുക്ക് ശരിക്കും ഏകദേശം കിടന്ന് ബാക്കിലിരുന്ന് പോകുന്ന പോലത്തെ ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും അത്ര മോശമൊന്നുമല്ല. നമ്മുടെ ബാക്കിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ ലഗേജൊക്കെ ഇതിനകത്ത് കയറും. കാണുമ്പം വണ്ടി ഫോട്ടോസിലൊക്കെ ഉള്ളതുപോലെയല്ല. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെ തോന്നും. പക്ഷേ റിയൽ ലൈഫിൽ ഇഷ്ടംപോലെ നിങ്ങളിപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. എറണാകുളം ടൗണിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ
വിൻസർ നമുക്ക് കാണാൻ പറ്റും. ഈവൻ എൻ്റെ ലോക്കൽ ഏരിയയിൽ വരെ വിൻസർ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. സോ കാണാനുള്ള ആ ഒരു സൈസും ഈ വാഹനത്തിന് അത്യാവശ്യം കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി വേറൊരു അപ്ഡേറ്റ് ഇതിനകത്ത് വരാൻ പോകുന്ന അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതിപ്പം 15.6 ഇഞ്ചസിന് ഇൻഫോർടൈൻ സിസ്റ്റം ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ 360 ക്യാമറ, ഫ്രണ്ടിൽ വരുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ വയർലെസ് ഫോൺ ചാർജർ തുടങ്ങിയ എന്തും ആവട്ടെ, ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിന് പുറമെ ഇനി ലെവൽ 2 അഡാസും കൂടെ അവർ ഇതിനകത്ത് ആഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. റിയറിൽ അവർ വെന്റിലേറ്റഡ് സീറ്റ്സ് ആഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടൊക്കെയാണല്ലോ മാർക്കറ്റ് ചെയ്യുന്നത്. എന്തായാലും ഓട്ടോക്കാരെന്ത് പറയുന്ന അനുസരിച്ച് അടുത്ത മാസം തന്നെ ഈ വാഹനത്തിന് ലോഞ്ച് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. അത് അവരുടെ റൂമേഴ്സാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഈ വർഷം അധികം വൈകാതെ 2-3 മാസത്തിനുള്ളിൽ എങ്ങനെയായാലും വണ്ടി ഇറങ്ങും എന്ന് തന്നെ വിചാരിക്കാം. വളരെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ റേഞ്ച് കുറവായത് കൊണ്ട് ഇത് എടുക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഇനി തീർച്ചയായും ഈ വണ്ടി ഒരു നല്ല ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. 400 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. പിന്നെ പ്രൈസ് ഉറപ്പായിട്ടും 2 മുതൽ 3 ലക്ഷം രൂപ വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാറ്ററിയുടെ സൈസ് കൂടുന്നുണ്ട്. മിക്കവാറും 2 ലക്ഷം രൂപ എന്തായാലും കൂടും. ഇത് ഇപ്പോൾ 14 to 16 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നിങ്ങൾ ബാറ്ററി ആസ് എ സർവീസ് എടുക്കാതിരിക്കുകയാണെങ്കിൽ എന്തായാലും പുതിയ വണ്ടി വരുമ്പോഴും ചിലപ്പം BAS അവർ കൊടുക്കുമായിരിക്കും. അത് നമുക്ക് നോക്കാം. വണ്ടി എന്തായാലും അധികം വൈകാതെ തന്നെ വരും. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം നമ്മളിപ്പം 1 ലക്ഷത്തിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.